കേരളത്തിലും തമിഴ്നാട്ടിലും ഉത്രട്ടാതി എന്ന് പറയുന്ന ഈ നക്ഷത്രം മറ്റു ദേശങ്ങളിൽ ഉത്തര ഭാദ്രപദ എന്നാണ് അറിയപ്പെടുന്നത്. ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് മീനം രാശിയിലാണ്. ഒരു 2.5 പതിറ്റാണ്ട് കാലത്തോളം ഈ നക്ഷത്രക്കാരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൽ നിന്നും എനിക്ക് തോന്നിയ അല്ലെങ്കിൽ അനുഭവപ്പെട്ട ചില പ്രത്യേകതകളാണ്, സവിശേഷതകളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നക്ഷത്രക്കാരിൽ കൂടുതൽ പേരും സ്വപ്നജീവികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യാഥാർത്ഥ്യബോധം ഇവരിൽ കുറവാണ്. പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് പലവിധ പ്രശ്നങ്ങളെ ഇവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അതിന്റെ മുഖ്യ കാരണം ആരോഗ്യ പ്രശ്നങ്ങളാവുകയും ചെയ്യും. ശനിദശയിലാണ് ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത്. ആ ശനിദശ കഴിയുന്നത് വരെയെങ്കിലും ഇവരെ അരിഷ്ടതകൾ വിടാതെ പിന്തുടരാറുണ്ട്. അപ്പോൾ ഇവർ പഠിക്കാൻ മിടുക്കരാണെങ്കിലും ഇവർക്ക് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിയും സാമർഥ്യവും ഒക്കെ ഉള്ളവരാണെങ്കിലും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പഠിത്തത്തിൽ കാര്യമായിട്ട് ശ്രദ്ധ പുലർത്താൻ ഇവർക്ക് കഴിയാതെ വരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നാൽ ഇവർ പലരും ശോഭിക്കാറുണ്ട്. പ്രത്യേകിച്ചും ബുധൻ ഇവരുടെ ഗ്രഹനിലയിൽ ബലവത്താണെങ്കിൽ. അങ്ങനെയുള്ളവർ കർമ്മരംഗത്തും വലിയ ഉന്നതികൾ നേടാറുണ്ട്. ഇവരുടെ ഒരു വലിയ പ്രത്യേകത, ഏത് തൊഴിലാണെങ്കിലും ശരി, ഇവർക്ക് അതിൽ ഒരു അനിതര സാധാരണമായിട്ടുള്ള സാമർഥ്യം ഉണ്ടാവും. ആ സാമർഥ്യം മൂലം മേലധികാരികളുടെയോ അല്ലെങ്കിൽ ആ ഉടമകളുടെയോ ഒക്കെ പ്രീതി നേടിയെടുക്കാൻ ഇവർക്ക് വളരെ എളുപ്പമാണ്. ഈ നക്ഷത്രക്കാർക്ക് വലിയൊരു പ്രത്യേകതയുള്ളത്, ഇവർ പെട്ടെന്ന് മറ്റുള്ളവരോട് അടുക്കുകയും ചെയ്യും, അതിനേക്കാൾ വേഗതയിൽ പിണങ്ങുകയും ചെയ്യും. നമുക്ക് നാട്ടിലൊക്കെ പറയുന്ന മൂക്കേൽ കറിവ് അല്ലെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ പിണങ്ങുക, ഈ സ്വഭാവങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ളതാണോ അല്ലെ അവർക്ക് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ളതാണോ പദപ്രയോഗങ്ങൾ നമുക്ക് സംശയം തോന്നും. ചാരിറ്റി പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഒന്നും ഇവർക്ക് വലിയ താല്പര്യമില്ല. ഇവർ വലിയ ലോകവിവരം പോലും നേടുന്നതിൽ താല്പര്യം കാണിക്കാറുമില്ല. മറ്റുള്ളവരെ ഒരു പരിധിക്ക് മുകളിലേക്ക് സഹായിക്കുന്ന പ്രകൃതമൊന്നും കാണിക്കാറില്ല. പക്ഷെ കൂടപ്പുറപ്പുകൾക്കും മാതാപിതാക്കൾക്കും വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള സംരക്ഷണയും അവരുടെ ചുമതല ഏറ്റെടുക്കുന്ന സ്വഭാവവും ഇവരിൽ പ്രകടമാണ്. രാഷ്ട്രീയ രംഗത്ത് ഇവർ കാര്യമായിട്ട് ശോഭിച്ചു കാണുന്നില്ല. ചിലരൊക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നാലും അത് അധികം നാൾ അവർക്ക് നിൽക്കാൻ കഴിയാതെ വിട്ടുപോവുകയാണ് പതിവ്. ഈ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലാണ്. പ്രത്യേകിച്ചും ഗർഭാശയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പലരുടെയും ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടതായി പോലും വരുന്നുണ്ട്. ഈ നക്ഷത്രക്കാരായ സ്ത്രീകളിൽ ചിലർക്കൊക്കെ സൽസ്വഭാവികളും അതുപോലെ കുടുംബത്തിനോട് ഉത്തരവാദിത്വ ബോധമുള്ള ഭർത്താക്കന്മാരെയും ഒക്കെയാണ് ലഭിക്കുന്നത്. അപൂർവം ചിലർക്ക് എന്തെങ്കിലും ദുസ്വഭാവങ്ങൾക്ക് അടിപ്പെടുന്ന ഭർത്താക്കന്മാരുമാണ്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ശരി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ബന്ധവും സ്നേഹവും ഒക്കെ ഉള്ളതായിട്ടാണ് കണ്ടുവരുന്നത്.